നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനെ പൊളിച്ചടുക്കുന്നതായിരുന്നു സുധാകരന്റെ പ്രസ്താവന. കൂട്ടത്തിൽ നിന്ന് അടി കിട്ടിയതിന്റെ ക്ഷീണം പിണറായിക്ക് നല്ല പോലെയുണ്ട്. മുഖ്യൻ പറഞ്ഞ രക്ഷാപ്രവർത്തനം വെറും ഊച്ചാളിത്തരമെന്നാണ് സുധാകരൻ പറഞ്ഞുവെച്ചത്. പിന്നാലെ സൈബർ കൂട്ടം സുധാകരനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയനെ എതിർത്തതിന് വെട്ടി നിരത്തപ്പെട്ടതും വെട്ടി നുറുക്കപ്പെട്ടതുമാണല്ലോ ടിപിയും വിഎസും. ആ പേരുകളോടൊപ്പമാണ് സുധാകരന്റെയും പേര് എഴുതി ചേർത്തിരിക്കുന്നത്. പിണറായി വിജയൻ വെട്ടിനിരത്താൻ വെച്ചിരിക്കുന്ന ലിസ്റ്റിലെ പേരുകാരനാണ് ജി സുധാകരൻ. ആദ്യ പേരുകാരി ശൈലജ ടീച്ചറാണെന്ന ആരോപണം പണ്ടേ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ കടുത്ത പോരാട്ടം നടക്കുകയാണ്. ആദ്യം ടീച്ചറോ സുധാകരനോ? കാത്തിരുന്ന് കാണണം ആർക്കാണ് നറുക്ക് വീഴുന്നതെന്ന്. ഏതായാലും നവകേരള സദസ്സിനെ എടുത്തു കുടഞ്ഞതുകൊണ്ട് സുധാകരന് നറുക്ക് വീഴാനാണ് സാധ്യതകളേറെ. കാരണം അടുത്ത കാലത്തായി പിണറായി വിജയന്റെ വഴിമുടക്കി നിൽക്കുന്നത് സുധാകരനാണ്. പിന്നെ മരുമകന്റെ വകുപ്പിനെ എടുത്തിട്ട് കുടയാറുമുണ്ട്. ആലപ്പുഴ CPM-ൽ കൂട്ടയടി നടക്കുകയാണ്. സുധാകരൻ പാർട്ടിയെ നല്ല രീതിയിൽ വിമർശിക്കുന്നുമുണ്ട്. ഇത് ആലപ്പുഴയിൽ പ്രതിസന്ധി ഗുരുതരമാക്കുകയും ചെയ്യുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറയുന്നു. പൊതുമരാമത്തിൽ നടക്കുന്നത് കൊള്ളയാണെന്ന് വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു സുധാകരൻ. മാത്രമല്ല, പിണറായി വിജയനെതിരെ പൊട്ടിത്തെറിച്ച് പലതവണ രംഗത്ത് വന്നിരുന്നു ജി സുധാകരൻ. ഈ പക ഉള്ളിൽ കിടപ്പുണ്ട് പിണറായിക്ക്. അതിന്റെ കൂടെയാണ് സുധാകരൻ മുഖ്യൻ ഊതിപ്പെരുപ്പിച്ച നവകേരള സദസ്സിന്റെ കാറ്റഴിച്ചു വിട്ടിരിക്കുന്നത്. പിണറായി വിജയന്റെയും CPM-ന്റെയും മുഖത്തടിക്കുന്ന മറുപടിയാണ് സുധാകരൻ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നറിയിപ്പുമായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതായത് പിണറായി വിജയൻ CPM-ന്റെ അടിത്തറ തോണ്ടുകയാണെന്ന മുന്നറിയിപ്പ്. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും ജി സുധാകരൻ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും അദ്ദേഹം തുറന്നടിച്ചു ചോദിച്ചു. മാർക്സിസ്റ്റുകാർ പോലും പിണറായി വിജയനെ എതിർത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് പുറത്തേക്കുള്ളവരെ പിന്നെ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതിന്റെ അപകടമാണ് സുധാകരൻ ഓർമ്മിപ്പിച്ചത്. 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ്. തെറ്റാണത്. അങ്ങനെയൊന്നുമല്ല. അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ല എങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം. ആലപ്പുഴയിൽ എങ്ങുമില്ല. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു MLA പറഞ്ഞു. പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം. പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല, എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കാണ്. അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരും. രാജ്യത്ത് 12% കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോൾ 2.5% കേരളത്തിൽ 47%. അതുകൊണ്ട് ശാന്തമായി, ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ടു പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്തൊരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല എന്നും സുധാകരൻ വെട്ടിത്തുറന്നു പറഞ്ഞത്. സുധാകരന്റെ ഈ വാക്കുകൾ പിണറായിക്ക് മുഖത്തേറ്റ അടി തന്നെയാണ്. അതായത് സുധാകരന്റെ ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്നത് പിണറായി വിജയനിട്ടുള്ള കുത്താണ്. മുൻമന്ത്രിയുടെ ഈ വാക്കുകളാണ് പിണറായി ഭക്തരെ ചൊടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ സൈബർ വെട്ടുകിളിക്കൂട്ടം ഇളകുകയായിരുന്നു. അടുത്ത TP അല്ലെങ്കിൽ VS എന്നാണ് ഭീഷണി.